Assalamualaikum. Hi friends. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് കൊണ്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ്. ബീറ്റ്റൂട്ട് കൊണ്ട് എല്ലാവരും മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത് തന്നെ, പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള റെസിപ്പി ആണെങ്കിൽ മിസ്സാവാതെ അപ്പോൾ തന്നെ കാണാൻ പറ്റും. ബീറ്റ്റൂട്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബീറ്റ്റൂട്ട് തൊലി ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്യണം. അതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ നടുമുറിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് ഓരോന്നും ഇങ്ങനെ ചെറിയ സ്ലൈസ് ആക്കി എടുക്കണം. ഈ മെഴുക്ക് പുരട്ടിക്ക് ഇതിങ്ങനെ ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കണം. വലുതായി കട്ട് ചെയ്തെടുത്താൽ ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിങ്ങനെ ഈ സ്ലൈസ് ചെയ്ത പീസുകൾ ഇങ്ങനെ അടുക്കി വെക്കുക. അതിന് ശേഷം ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കണം. വളരെ എത്ര ചെറുതാക്കാൻ പറ്റുന്നു അത്രയും ചെറുതാക്കി എടുക്കണം. അപ്പോഴാണ് ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നത്. ഇങ്ങനെ എല്ലാവരും കട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. അറിയുന്നവരൊന്ന് ക്ഷമിച്ചേക്കണേ. ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന രീതി കാണിച്ചു എന്ന് മാത്രം. ഇങ്ങനെ എല്ലാ ബീറ്റ്റൂട്ടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് വേണ്ട, വളരെ ചെറിയ പീസായിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ഈ 2 ബീറ്റ്റൂട്ടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീറ്റ്റൂട്ടെല്ലാം ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു സവാളയുടെ പകുതി ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക.
സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചോപ്പ് ചെയ്ത് വെച്ചാണിത്. ചെറിയ തക്കാളി മതി, തക്കാളിയുടെ പകുതി ചോപ്പ് ചെയ്ത് വെച്ചത്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വേപ്പില. ഇത്രയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീർ ചില്ലി അല്ല, നല്ല മുളക് പൊടിയാണ്. ഇത് 3ഉം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇപ്പോൾ മസാലയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ബീട്രൂട്ട്, നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഞാനിവിടെ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ബീറ്റ്റൂട്ട് പകുതി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് കറക്റ്റ് ചെയ്യണം. ഇടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം ഇതിൽ ലേശം പോലും വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പില പിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി ഇളക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.